ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞതാ എൻ്റെ ഇവിടെ 10 ലേസ് ഉണ്ട്. അപ്പോൾ ഈ 10 ലേസ് വെച്ച് നമ്മൾ ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതൊരു ഫുഡ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്ത് നോക്കുന്നതാണ്. പിന്നെ ലേസിൽ എൻ്റെ ഫേവററ്റ് ആണ് ഈ പച്ച കളർ. അപ്പോൾ നിങ്ങളുടെ ഫേവററ്റ് ഏത് ലേസ് ആണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതെങ്ങനെ വരുന്നതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് കുറച്ച് പഴം, പിന്നെ നല്ലോണം ഫ്രീസറിൽ വെച്ച് നല്ലോണം കട്ടിയാക്കിയെടുത്ത് നല്ല കട്ടിപ്പാൽ. ഇനി നമ്മുടെ മെയിൻ സാധനമായ ലേസ്. നമുക്കത് ഈ ലേസ് ഓരോരോ പാക്കറ്റായിട്ട് മാറ്റിയെടുക്കാം. നമുക്കിനി മൊത്തം ഈ 10 ലേസ് ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ട് ഈ ലേസ് നമുക്ക് പൊട്ടിച്ചിട്ടേക്കാം. അങ്ങനെ എല്ലാ ലേസും പൊട്ടിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള പഴം നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഞാനിവിടെ വെറും 3 പഴം മാത്രമേ എടുക്കുന്നുള്ളൂ. അത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇടാം. 1 2 3. ഈ പഴം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പഴുത്തു പോയി. ഇത്രയും പഴുത്ത പഴം ആവശ്യമില്ല, പക്ഷേ എനിക്ക് കിട്ടിയത് ഭയങ്കര പഴുത്ത പഴമായിപ്പോയി. എന്തായാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ലേസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫുള്ളൊന്നും ഇടുന്നില്ല, ആദ്യം കുറച്ച് ഇടുന്നുള്ളൂ. ഈ പഴവും ലേസുമായിട്ട് ആദ്യം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് മധുരത്തിനായിട്ട് 2 സ്പൂൺ പഞ്ചസാര ഇടാം. ഇച്ചിരി ക്രീമി ആയിട്ടുള്ള ഒരു ലേസാണ്, സോ ഇതിൽ കുറച്ച് ഉപ്പും ഉണ്ടാവും, പിന്നെ കുറച്ച് മധുരം ഉണ്ടാവും. സോ മധുരം നോക്കിയിട്ട് വേണം ഇടാൻ. എനിക്കിതിൽ 2 സ്പൂൺ നോക്കിയിട്ടാണ് തോന്നിയത്. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ പഴവും ലേസും നല്ലോണം പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല്, കട്ടിയായിട്ടുള്ള ഫ്രീസറിൽ വെച്ച പാല് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ പാല് ഞാൻ ഇങ്ങനെ ഇട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നില്ല. എന്തായാലും ഇങ്ങനെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ മിക്സി ചീത്താം. സോ ഈ കത്തി വെച്ച് നമ്മൾ കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പാല് നല്ലോണം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ലേസ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഞാൻ ഫുൾ ലേസായിട്ട് ഇടുന്നില്ല. ഞാനിതിൽ കുറച്ച് ഒരു ഗാർണിഷോ ഡെക്കറേഷൻ പോലെ ചെയ്യാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ബാക്കി മൊത്തത്തിൽ ഇടുന്നുണ്ട്. ഇനി ഇത്രയും പാലിനും ലേസിനും കൂടെ ചേർന്നിട്ടുള്ള പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ഗ്ലാസ് പഞ്ചസാര കറക്റ്റ് ആയിരിക്കും ഇതിന്. എന്തായാലും നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൊത്തമായിട്ട് നല്ല വൃത്തിയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്സിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സംഭവം നല്ല അടിപൊളിയായിട്ട് മിക്സായി നല്ലൊരു അടിപൊളി ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്തായാലും ഇതിൻ്റെ ക്വാണ്ടിറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു 2.5 ഗ്ലാസോളം നമുക്ക് ഷാർജ ഷേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, സംഭവം സക്സസ് ആയോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അറിയാം. അതിന് മുമ്പായിട്ട് ഇതൊരു ലേസ് ഷാർജ ഷേക്ക് അല്ലേ, സോ കുറച്ച് ലേസ് ഒന്ന് പൊടിച്ച് ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് കുറച്ച് വെതറി കൊടുക്കാം. അപ്പോൾ കുറച്ച് കുടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടും സംഭവം ഇരിക്കും. ഫ്രണ്ട്സ്, അങ്ങനെ ഷാർജ ഷേക്ക് ഉണ്ടാക്കി, ലേസ് ഷാർജ ഷേക്ക് ഉണ്ടാക്കി. നമുക്കിത് കുടിച്ചു നോക്കാം. ഇതിൻ്റെ മേളത്തെ ലേസൊക്കെ മാറ്റിയിട്ട് ആ ഷേക്ക് മാത്രം കുടിച്ചു നോക്കാം. ശരിക്കും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അതായത് ഈ ലേസ് ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഷാർജ ഷേക്കും ഇഷ്ടപ്പെടും. ഈ ലേസിൻ്റെ ആ ക്രീമി ആയിട്ടുള്ള ഒരു സോസി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഈ ഷേക്കായിട്ട് നല്ലോണം മെർജായിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും 5 രൂപയുടെ ലേസ് ഒരു 5 അല്ലെങ്കിൽ 6 ഒരു ഷാർജ ഷേക്ക് ഉണ്ടാക്കാൻ കറക്റ്റ് ആയിരിക്കും. എന്തായാലും അപ്പോൾ ബൈ.